കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സാണ്. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത് ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. 2013 ജൂലൈ 5. 2013 ജൂലൈ 5 ആണ് ആൻസർ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സെക്ഷൻ 10 പ്രകാരം മുൻഗണന ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടെത്തേണ്ടത് ആരാണ്? അവിടെ മുൻഗണന എന്നുണ്ട് കേട്ടോ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തെറ്റാണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സെക്ഷൻ 10 പ്രകാരം മുൻഗണന ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടെത്തേണ്ടത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, സംസ്ഥാന സർക്കാരാണ്. ഓപ്ഷൻ ബി, സംസ്ഥാന സർക്കാർ. സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ. സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ശ്രീ കെ വി മോഹൻകുമാർ. ശ്രീ കെ വി മോഹൻകുമാർ ആണ് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ. അന്ത്യോദയ അന്നയോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീയതി. അന്ത്യോദയ അന്നയോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീയതി എന്നാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 2000 ഡിസംബർ 25. 2000 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ നിയന്ത്രണ ഉത്തരവ് 2021 ഏത് ഉത്തരവിൻ്റെ പരിഷ്കരിച്ച രൂപമാണ്? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, കേരള റേഷനിംഗ് ഓർഡർ 1966. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നായിരിക്കും? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 2019 ഓഗസ്റ്റ് 9. 2019 ഓഗസ്റ്റ് 9. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 10 കോടി. 10 കോടിയാണ് ശരിയുത്തരം. 2021 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം നേടിയത് 2021 ആണ് കേട്ടോ. 2021 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം നേടിയത് ആരാണ്? ശകുന്തള ഹരസ്കിൻ തിൽസ്റ്റഡ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. KTPDS കൺട്രോൾ ഓർഡർ 2021 പ്രകാരം റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ആർക്കെങ്കിലും അറിയോ? 5 വർഷമാണ് കാലാവധി. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 5 വർഷം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നിലവിൽ വന്നത് അതായത് GST എന്ന് നമ്മൾ പറയും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അനുവദിച്ചു നൽകിയ അംഗങ്ങളുടെ സംഖ്യാപരിധി എത്രയാണ്? ഡി ആണ് ശരിയുത്തരം, 1.54 കോടി. 1.54 കോടിയാണ് ഉത്തരം. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് CFRD എന്ന സ്ഥാപനം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? CFRD എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സി ആണ് ശരിയുത്തരം, കോന്നി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തലവൻ ആരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തലവൻ? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ച വർഷം എന്നാണ്? സപ്ലൈകോ ആരംഭിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 1974. 1974. ആരുടെ ശുപാർശ പ്രകാരമാണ്
കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ബി ആണ് ശരി ഉത്തരം. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി. ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം റേഷൻ കാർഡ് ഉടമയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഏറ്റവും കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 18 വയസ്സ്. 18 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആദ്യത്തെ സബർബൻ മോൾ എവിടെയാണ്? ആദ്യത്തെ സബർബൻ മോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പിറവം. ഓപ്ഷൻ എ പിറവം.